ചടയമംഗലത്തെ NDA സ്ഥാനാർത്ഥി അരുൺ രാജാണ് 24-നൊപ്പം ചേരുന്നത്. ഇടതും വലതും വലിയ പ്രതീക്ഷയിലാണ്. എന്താണ് NDAയുടെ പ്രതീക്ഷ? 100% ഉറപ്പാണ്. മെയ് മാസം 4-ാം തീയതി റിസൾട്ട് വരുമ്പോൾ ചടയമംഗലം നിയോജക മണ്ഡലം ചരിത്രത്തിൽ ആദ്യമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ NDAയുടെ സ്ഥാനാർത്ഥി പിടിച്ചെടുത്തിരിക്കും. ഇത്രത്തോളം ആത്മവിശ്വാസത്തിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഈ നിയോജക മണ്ഡലം അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വികസനമില്ലായ്മയാണ്. നിങ്ങളിപ്പോൾ കടന്നു വന്ന വഴി അമ്പലംകുന്ന് ജംഗ്ഷനിൽ നിന്നും പുരിയക്കോടേക്കുള്ള റോഡ് ഇവിടുന്ന് 1/2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഈ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകളിലൊന്നാണ്. 2.5 വർഷമായ റോഡ് തകർന്നു കിടക്കുകയാണ്. പൊടിയും അന്തരീക്ഷ മലിനീകരണവും കാരണം തൊട്ടടുത്ത വീടുകളിലുള്ള ആളുകൾക്ക് താമസിക്കുവാൻ പോലും പറ്റാത്തൊരു സ്ഥിതിവിശേഷമാണ്. അതുപോലെ ഈ നിയോജക മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള റോഡുകളെല്ലാം തകർന്ന് തരിപ്പണമായി ജനജീവിതം ദുസ്സഹമാക്കിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ വർഷങ്ങളായി ഈ നിയോജക മണ്ഡലത്തിലെ ആളുകളുടെ ആവശ്യം ചടയമംഗലം താലൂക്ക് രൂപീകരണം എങ്ങും എത്തിയിട്ടില്ല. ചടയമംഗലത്തെ ആശുപത്രികൾ, കടയ്ക്കൽ താലൂക്ക് ആശുപത്രികളോട് ഉൾപ്പെടെയുള്ള ആശുപത്രികളിൽ ആവശ്യത്തിന് സ്റ്റാഫില്ല, അടിസ്ഥാന സൗകര്യങ്ങളില്ല. ചടയമംഗലം വികസനത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിൽ ഏറ്റവും പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന മണ്ഡലമാണ്. അപ്പോൾ അതിലൊരു മാറ്റം വരണമെന്ന് ചടയമംഗലത്തെ മുഴുവൻ ജനങ്ങളും ആഗ്രഹിക്കുന്നു. അപ്പോൾ അവർ പ്രതീക്ഷയോടുകൂടി കാണുന്നത് വികസിത ഭാരതം, വികസിത കേരളം എന്നുള്ള നരേന്ദ്രമോദിയുടെ മുദ്രാവാക്യത്തെയാണ് അവർ പ്രതീക്ഷയോടുകൂടി കാണുന്നത്. ഭാരതത്തെ വികസിപ്പിക്കുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ NDAയുടെ ഒരു MLA ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ വികസനം യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്നുള്ള ഉത്തമ വിശ്വാസം ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് അവർ നരേന്ദ്രമോദിക്ക് അനുകൂലമായി, NDAയ്ക്ക് അനുകൂലമായി, ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായി വോട്ടുകൾ ചെയ്യും. വലിയ വികസന പ്രവർത്തികളാണ് മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ളതെന്നുള്ളതാണ് മന്ത്രിയും MLAയുമായിട്ടുള്ള LDF സ്ഥാനാർത്ഥിയുടെ വാദം. അപ്പോൾ അതൊക്കെ പൊള്ളയായ വാദങ്ങളാണോ? മന്ത്രി പൂർത്തിയാക്കിയ അല്ലെന്നുണ്ടെങ്കിൽ പ്രഖ്യാപിച്ചിട്ട് തുടങ്ങിവെച്ച ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനം ഇവിടെ കാണിച്ചു തരാൻ കഴിയുമോ? ചടയമംഗലത്തെ മിനി സിവിൽ സ്റ്റേഷൻ 3 തവണ തറക്കല്ലിട്ടു. പക്ഷേ മിനി സിവിൽ സ്റ്റേഷൻ്റെ പ്രവർത്തനം ഇതുവരെ തുടങ്ങിയിട്ടില്ല. ചടയമംഗലത്തെ ഗവൺമെൻറ് ആശുപത്രി 3 തവണ ചടയമംഗലത്തെ ഗവൺമെൻറ് ആശുപത്രിയിൽ കിടത്തി ചികിത്സ ഈ മന്ത്രി ഉദ്ഘാടനം ചെയ്തു. പക്ഷേ നിലവിൽ അവിടെ കിടത്തി ചികിത്സയില്ല. ഈ മണ്ഡലത്തിലെ റോഡുകൾ നിങ്ങൾ നോക്കിയാൽ മതി. ഈ മണ്ഡലത്തിലെ റോഡുകൾ മുഴുവൻ തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തൊട്ടടുത്ത് 500 മീറ്റർ അപ്പുറത്ത് നിന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകളിലൊന്നാണ് തകർന്ന് തരിപ്പണമായി കിടക്കുന്നത്. ജഡായിപ്പാറ ടൂറിസം പദ്ധതി ലോക ഭൂപടത്തിൽ ചടയമംഗലത്തിന് സ്ഥാനം നേടിക്കൊടുക്കേണ്ട പദ്ധതി പാതി വഴിയിൽ നിലച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു തരത്തിലും വികസനമില്ല. ചടയമംഗലത്ത് നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട ചടയമംഗലത്തെ 2 പ്രദേശങ്ങളാണ് കടയ്ക്കലും ചിതറയുമൊക്കെ. അങ്ങോട്ടേക്ക് രാത്രി 8 മണി കഴിഞ്ഞാൽ പൊതുഗതാഗത സംവിധാനമില്ല. പിന്നെ എന്ത് വികസനമാണ് അവരിവിടെ നടപ്പിലാക്കിയത്? പൊള്ളയായ വാഗ്ദാനങ്ങൾ, പൊള്ളയായ വികസന പ്രഖ്യാപനങ്ങൾ. ഇത് മാത്രമാണ് ഒരു ജനപ്രതിനിധിയായ മന്ത്രിയായിരുന്ന കഴിഞ്ഞ 5 വർഷം ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഈ നാട്ടിൽ നടത്തുവാൻ കഴിയുന്ന ഒരു MLA എന്നുള്ള രീതിയിൽ അവർക്ക് ചെയ്യാൻ പറ്റുമായിരുന്നത്. പക്ഷേ ഒരു പദ്ധതി പോലും പ്രഖ്യാപനത്തിൽ ഒതുങ്ങുന്നതല്ലാതെ ഒരു പദ്ധതി പോലും യാഥാർത്ഥ്യത്തിലാക്കുവാൻ ചടയമംഗലത്തിൻ്റെ ജനപ്രതിനിധിയായ മന്ത്രിയായിരുന്ന ചിഞ്ചുറാണിക്ക് സാധിച്ചിട്ടില്ല. അരുൺ രാജിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്തായിരുന്നു പാർട്ടി മാറ്റം. അതിനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഒക്കെ ഭാരവാഹിയായി KPCCയുടെ നിർവാഹക സമിതി അംഗമായി പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് ഞാൻ. കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ പിണറായി വിജയൻ ഗവൺമെൻറ്റിനെതിരെ നടന്ന, പ്രത്യേകിച്ചും തലസ്ഥാന നഗരത്തിൽ നടന്ന സമരങ്ങളുടെയൊക്കെ മുൻപന്തിയിൽ നിന്നിരുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ 10 വർഷക്കാലം കൊണ്ട് കേരള സംസ്ഥാനത്തെ ഭരിച്ചു മുടിച്ച അഴിമതിയുടെ കൂത്തരങ്ങാക്കി മാറ്റിയ ശബരിമല സ്വർണ്ണക്കൊള്ളയടക്കം, ശബരിമല പരിപാവനമായ ശബരിമല ക്ഷേത്രത്തിൽ കടന്നു ചെന്ന് സ്വർണ്ണക്കൊള്ള നടത്തുവാൻ പോലും ധൈര്യം കാണിച്ച ഒരു ഗവൺമെൻറ്റിനെതിരെ വിധി എഴുതുവാൻ കേരളത്തിലെ ജനങ്ങൾ കാത്തിരിക്കുമ്പോൾ, കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ കാത്തിരുന്നപ്പോൾ അതിനനുയോജ്യമായ സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പാർട്ടിയും UDF രംഗത്തിറക്കുമെന്നായിരുന്നു ഞാൻ അടക്കമുള്ള പ്രവർത്തകരുടെ ആത്മവിശ്വാസം. പക്ഷേ പട്ടിക പുറത്തിറങ്ങിയപ്പോൾ സ്ഥിരം മുഖങ്ങൾ, സ്ഥിരമായി മത്സരിച്ച് തോൽക്കുന്ന കുറേ ആളുകൾ, വല്ലപ്പോഴും മാത്രം ജയിക്കുന്ന ആളുകൾ, ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച സമരങ്ങളിൽ പങ്കെടുത്ത, തെരുവോരങ്ങളിൽ അടിയേറ്റ് വീണ, ലാത്തിച്ചാർജ് ഏറ്റുവാങ്ങിയ, ജയിലറകളിൽ കിടന്ന ഒരു പ്രവർത്തകന് പോലും അല്ലെങ്കിൽ ഒരു നേതാവിന് പോലും, ചെറുപ്പക്കാരായിട്ടുള്ള ഒരു നേതാവിന് പോലും സീറ്റ് നിഷേധിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഇവിടെ നിലവിലുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ പോട്ടെ, ആയ കാലത്ത് CPMൽ നിന്നുകൊണ്ട് എല്ലാ ആനുകൂല്യങ്ങളും പറ്റിയ മന്ത്രിയായി, MLA ആയി, വിവിധ ബോർഡിൻ്റെയും കോർപ്പറേഷൻ്റെയൊക്കെ ചെയർമാനായിരുന്ന സുധാകരനെ പോലെയുള്ള, ഐഷ പോറ്റിയെ പോലെയുള്ള പീഡനത്തിൻ്റെ തീവ്രത ഞാനടക്കമുള്ള കോൺഗ്രസ് പ്രവർത്തകർ അളന്നുകൊണ്ടിരുന്ന PK ശശിയെ പോലെയുള്ളവരെ സ്ഥാനാർത്ഥിയായി UDFും കോൺഗ്രസും പിന്തുണയ്ക്കുന്നു. തീർന്നില്ല. ഏറ്റവും വേദനാജനകമായ കാര്യം, കണ്ണൂർ ജില്ലയിലെ ധീര രക്തസാക്ഷികളെന്ന് ഞങ്ങളൊക്കെ ഓരോ യോഗങ്ങളിലും വികാരപരമായി സംസാരിച്ചു കൊണ്ടിരുന്ന ഷുഹൈബ്
കൃപേഷ്, ശരത് ലാൽ, സജിത് ലാൽ ഇവരുടെയൊക്കെ കൊലപാതകങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച കണ്ണൂർ ജില്ലയിലെ അക്രമ രാഷ്ട്രീയത്തിനും കൊലപാതക രാഷ്ട്രീയത്തിനും നേതൃത്വം നൽകിയവരെ സംരക്ഷിച്ച CK ഗോവിന്ദനെ പോലെ, കുഞ്ഞികൃഷ്ണനെ പോലെയുള്ള ആളുകളെ പിന്തുണയ്ക്കുവാൻ കോൺഗ്രസ് പാർട്ടിയും UDF-ഉം തീരുമാനിച്ചു. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞാൻ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും രാജിവെച്ചത്. UDF-ന്റെ സ്ഥാനാർത്ഥി പട്ടിക കാണുമ്പോൾ എന്ത് തോന്നുന്നു? UDF തരംഗമുണ്ടാകുമെന്നുള്ള വലതിന്റെ പ്രതീക്ഷ അത് അസ്തമിക്കുന്ന പട്ടികയാണോ? കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായോ ഇടതു ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായോ തരംഗമില്ല. പക്ഷേ ഇടതു ജനാധിപത്യ മുന്നണിയുടെ വികസന മുരടിപ്പ് രാഷ്ട്രീയത്തിനെതിരെ, അല്ലെന്നുണ്ടെങ്കിൽ അഴിമതി രാഷ്ട്രീയത്തിനെതിരെ, കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ, അക്രമ രാഷ്ട്രീയത്തിനെതിരെ ശക്തമായ വിധിയെഴുത്ത് കേരളത്തിലുണ്ടാകും. ആ വിധിയെഴുത്ത് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDAക്ക് അനുകൂലമായിരിക്കും. കാരണം കേരളത്തിലെ മാറ്റം കൊതിക്കുന്ന ജനങ്ങളാണ് കേരളത്തിലുള്ളത്. അവർ വികസനമാണ് ആഗ്രഹിക്കുന്നത്. വികസനം കേരളത്തിൽ കൊണ്ടുവരണമെങ്കിൽ നരേന്ദ്രമോദിയുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ് കേരളത്തിൽ വരണമെന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരു സംശയവും വേണ്ട, 4-ാം തീയതി റിസൾട്ട് പുറത്തു വരുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് നിർണായക സ്വാധീനമുള്ള ഒരു നിയമസഭയായിരിക്കും കേരളത്തിൽ ഉണ്ടാകുവാൻ പോകുന്നത്. ആശംസകൾ. താങ്ക് യു. ചടയമംഗലത്തുൾപ്പെടെ NDA വലിയ വിജയം നേടുമെന്നുള്ള പ്രതീക്ഷയാണ് ചടയമംഗലത്തെ NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള അരുൺ രാജ് 24-നോട് പങ്കുവച്ചത്. ക്യാമറമാൻ രാജ് കിരണിനൊപ്പം സൂര്യഗായത്രി, 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.